ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാച്ചിലർ പാർട്ടി വേഗാസ് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ചിക്കാഗോയിലെ മിഡ്വേ എയർപോർട്ടാണ് കാണിക്കുന്നത്. അവിടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന 5 സുഹൃത്തുക്കളെയാണ് കാണിക്കുന്നത്. അവർ അവരുടെ കൂട്ടത്തിലുള്ള നേതൻ എന്ന സുഹൃത്തിന്റെ കല്യാണത്തിന് തൊട്ടു മുമ്പായിട്ടുള്ള ഒരു ബാച്ചിലർ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി ലാസ് വേഗാസിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫ്ലൈറ്റിൽ കയറിയ ശേഷം അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ സുഹൃത്തായിട്ടുള്ള ജോൺ ബോബിനോട് ലാപ്ടോപ്പ് എടുത്ത് ബോക്സിംഗ് വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ബോബ് ജോണിന്റെ ആവശ്യപ്രകാരം ബോക്സിംഗ് വീഡിയോസ് എല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് അവന് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോൺ മൂവീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കാസറ്റ് എല്ലാം കൊടുക്കുന്നു. കാസറ്റ് കിട്ടിയ ഉടൻ തന്നെ അവർ ഫ്ലൈറ്റ് ആണ് എന്ന് പോലും നോക്കാതെ അവിടെ വെച്ച് തന്നെ ആ കാസറ്റ് എല്ലാം പ്ലേ ചെയ്ത് നോക്കുന്നു. ആ സമയം ആഷ് അവർക്ക് ലാസ് വേഗാസിലെത്തിയ ശേഷം സമയം കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ പ്രൊഡക്ഷൻ ഹൗസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ഓഫീസിലേക്ക് ചെല്ലും എന്ന കാര്യമെല്ലാം സുഹൃത്തുക്കളോട് പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് അവർ 5 പേരും ലാസ് വേഗാസ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ലാൻഡ് ചെയ്ത ശേഷം അവർ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ തന്നെ അവരുടെ പാക്കേജിന്റെ കോർഡിനേറ്റേഴ്സ് കാരവനുമായി വന്ന് അവരെ അവിടെ നിന്നും പിക്ക് ചെയ്യുന്നു. ആ സമയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ സുഹൃത്തായിട്ടുള്ള എലി അവന് ഒരു ഡമ്മി ഗ്യാങ് ബാറിൽ അറ്റൻഡ് ചെയ്യണം എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട കോർഡിനേറ്റേഴ്സ് അവർക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നേരെ ഒരു മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തിയ ശേഷം അവർ അതിൻ്റെ ഓണറുമായി സംസാരിച്ചുകൊണ്ട് ആ ഡമ്മി ഷൂട്ടിംഗ് ഗെയിമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ആ സമയം അയാൾ അവരുടെ ഒരേയൊരു ടാസ്ക് അവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ക്രിസ്റ്റിയെ ഷൂട്ട് ചെയ്തെടുക്കുക എന്നത് മാത്രമാണ് എന്ന് അവരോടെല്ലാം പറയുന്നു. കുറേ നേരം അവർ അവിടെ ഷൂട്ടിംഗ് ഗെയിം എല്ലാം കളിച്ചതിനു ശേഷം അവർ കോർഡിനേറ്റേഴ്സിൻ്റെ കൂടെ അവർക്ക് റൂംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് തിരിച്ചു വരുന്നു. ഹോട്ടലിന് താഴെയുള്ള കാസിനോയിൽ എത്തിയ ഉടൻ തന്നെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ഹോസ്റ്റ് അവിടേക്ക് വരുന്നു. അവർ 5 പേരെയും കൂട്ടി നേരെ അവർക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. റൂമിനകത്തെ സൗകര്യങ്ങളെല്ലാം കണ്ട് അവർക്ക് അതെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആ സമയം ക്ലബിന്റെ മാനേജർ അവിടേക്ക് വന്നുകൊണ്ട് അവരുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള നേതന് എൻജോയ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു പ്രീമിയം ക്ലയന്റിനെ നേതന്റെ കൂടെയെല്ലാം വിടുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് മൊത്തം അവരെല്ലാവരും എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെയൊക്കെ ചെയ്ത് അന്ന് ഈവനിങ്ങിൽ കാസിനോയിൽ ചെന്ന് ഗാംബ്ലിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ 5 പേരെയുമാണ് കാണിക്കുന്നത്. എന്നാൽ കുറച്ചു നേരം ഗാംബ്ലിംഗ് എല്ലാം ചെയ്തതിനു ശേഷം അവരെ ആ കാസിനോയുടെ മാനേജർ വന്ന് നേരെ അവരുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. റൂമിലെത്തിയ ശേഷം അയാൾ അവരോട് അവർ യൂസ് ചെയ്തിരുന്ന കോയിൻസ് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നുവെന്നും ഡ്യൂപ്ലിക്കേറ്റ് കോയിൻസ് യൂസ് ചെയ്ത് ക്ലബിനെ പറ്റിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അവരുടെ പേരിലെല്ലാം കേസ് ചാർജ് ചെയ്യും എന്നുമെല്ലാം അവരോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് പേടിച്ച അവർക്ക് ഈ കോയിൻസ് എല്ലാം അവരുടെ ടൂർ കോർഡിനേറ്ററാണ് കൈമാറിയത് എന്ന കാര്യമെല്ലാം പറയുന്നു. അവർ CCTVയിലൂടെ അവരുടെ ടൂർ കോർഡിനേറ്ററുടെ ഫേസ് എല്ലാം കാസിനോയുടെ മാനേജർക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ സമയം അയാൾ ഈ കോർഡിനേറ്റർ ഫ്രോഡാണെന്നും അയാൾ ഇതുപോലെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇതറിഞ്ഞ് അവർ 5 പേരും കൂടി ഇതിൽ നിന്നെല്ലാം തലയുരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ മാനേജർ അവരെ 5 പേരുടെയും പേരിൽ പോലീസിൽ കേസെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി തുടങ്ങുന്നു. ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ മാനേജറെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി ആ കാസിനോയിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നു. പുറത്തെത്തിയ സന്തോഷത്തിൽ കുറച്ചു നേരം ഓരോ പാർട്ടിയിലെല്ലാം കറങ്ങി നടന്ന ശേഷം ഈവനിങ്ങിൽ ആഷ് അവരോടെല്ലാമായി അവർക്ക് ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓഫീസിൽ പോകാം എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ആഷിന്റെ ഈ ഐഡിയ കേട്ട എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവർ തൊട്ടടുത്ത് നിന്നും ഒരു ടാക്സി എല്ലാം പിക്ക് ചെയ്തുകൊണ്ട് അതിൽ കയറി നേരെ ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിലെത്തിയ ശേഷം അവർ ഉടനെ തന്നെ ആ ഡോറെല്ലാം കൊട്ടിക്കൊണ്ട് ആ വീഡിയോയിൽ അഭിനയിച്ചിട്ടുള്ള സ്റ്റാർസിൻ്റെ എല്ലാം പേരെല്ലാം വിളിച്ചു പറയാൻ വേണ്ടി തുടങ്ങുന്നു. ഈ ഒച്ചയെല്ലാം കേട്ട് എന്താണ് സംഭവമെന്ന് നോക്കാൻ വേണ്ടി അതിനുള്ളിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവിടേക്ക് വരുന്നു. അവർ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള ആ വ്യക്തിയെ നേരിട്ട് കണ്ടപ്പോൾ മൊത്തത്തിൽ ഷോക്കാവുന്നു. അയാൾ അവരെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അകത്തേക്കെല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നു. അവരുടെ കുറേ നാളത്തെ ആഗ്രഹമായതുകൊണ്ട് അവർ വളരെയധികം സന്തോഷത്തിൽ അവിടെ ഇരുന്ന് ഷൂട്ടിംഗ് എല്ലാം കാണാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഷൂട്ടിംഗ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം അവരെ ഒരു ഗാങ്സ്റ്റർ പെട്ടെന്ന് വന്ന് അറ്റാക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്താ കാര്യമെന്ന് പോലും മനസ്സിലാകാതെ അവർ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിന്നും ഇറങ്ങി ഓടാൻ വേണ്ടി തുടങ്ങുന്നു. കുറെ ദൂരം ഓടിയ ശേഷം അവർ പേടിച്ച് ഒരു കടയുടെ റൂമിൽ കയറി ഒളിച്ചെല്ലാം ഇരിക്കുന്നു. അവിടെ കച്ചത് രാത്രിയിൽ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവർ 5 പേരെയുമാണ് കാണിക്കുന്നത്. ബോബി അവൻ ന്യൂസ് പേപ്പറിൽ ഈ ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ അവസ്ഥ വരില്ല എന്നുമെല്ലാം അവൻ സുഹൃത്തുക്കളോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട നേതൻ അവൻ ബാച്ചിലർ പാർട്ടി ആഘോഷിക്കാൻ തീരുമാനിച്ചതാണ് അവനെടുത്ത ഏറ്റവും വലിയ തെറ്റ് എന്നുമെല്ലാം അവൻ്റെ സുഹൃത്തുക്കളോടായി പറയുന്നു. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി
ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവർ ഓടിത്താടുന്ന ക്ഷീണത്തിൽ അവിടെ വെച്ച് മയങ്ങിപ്പോകുന്നു. അവിടെ കച്ചിത് രാവിലെ തൊട്ടടുത്തുള്ള അണ്ടർഗ്രൗണ്ടിലൂടെ വെള്ളമെല്ലാം പാസ് ചെയ്യുന്ന ഒരു ടണൽ നോക്കി നിൽക്കുന്ന അവർ 4 പേരെയുമാണ് കാണിക്കുന്നത്. ആ സമയം ടണലിനടിയിൽ നിന്നും ജോൺ അവർക്ക് 5 പേർക്കും കൂടി ഈ ടണലിലൂടെ നടന്ന് ബോർഡറിലേക്ക് ക്രോസ് ചെയ്യാം എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് നല്ല ഒരു ഐഡിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ 5 പേരും കൂടി ആ ടണലിലൂടെ നടക്കാൻ വേണ്ടി ആരംഭിക്കുന്നു. കുറേ ദൂരം നടന്ന ശേഷം അവർക്ക് ആ ടണലിനകത്തു നിന്നും പൈസയെല്ലാം നിറച്ചിട്ടുള്ള ഒരു ബാഗെല്ലാം ലഭിക്കുന്നു. പൈസ കിട്ടിയ സന്തോഷത്തിൽ അവർ 5 പേരും കൂടി ആ പൈസയെല്ലാം പങ്കിട്ടെടുത്തുകൊണ്ട് അവിടെ നിന്നും നേരെ ബോർഡറിലേക്ക് പോകുന്നു. എന്നാൽ അവരുടെ കഷ്ടകാലത്തിന് ബോർഡറിലൂടെ നടക്കുന്ന സമയം അവരെ 5 പേരെയും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകുന്നു. പോലീസുകാർ അവർ 5 പേരെയും ഒരു പോലീസ് വാനിലെല്ലാം കയറ്റി അവിടെ നിന്നും ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ പോലീസ് വാനിലിരുന്ന് പോകുന്ന സമയം അവരെ ആ പഴയ ഗാങ്സ്റ്റർ വീണ്ടും ചേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇത് കണ്ട അവർ 5 പേരും ഇനി അവർക്ക് രക്ഷയില്ലെന്നും ഇതോടെ അവരുടെ അന്ത്യമാണ് എന്ന കാര്യമെല്ലാം ഉറപ്പിക്കുന്നു. കുറേ നേരത്തെ ചേസിങ്ങിനൊടുവിൽ ആ ഗാങ്സ്റ്റർ ആ പോലീസുകാരെയെല്ലാം വകവരുത്തിക്കൊണ്ട് അവരെ 5 പേരെയും അയാളുടെ കസ്റ്റഡിയിലെല്ലാം ആക്കുന്നു. അയാൾ അവർ 5 പേരുടെയും ഫേസ് എല്ലാം കവർ ചെയ്ത ശേഷം അവരെ 5 പേരെയും കൂട്ടിക്കൊണ്ട് നേരെ ഒരു മുറിയിലേക്ക് കയറി ചെല്ലുന്നു. മുറിയിലെത്തിയ ശേഷം അവരുടെ മുഖംമൂടിയെല്ലാം മാറ്റിയ സമയം അവർ എല്ലാവരും മൊത്തത്തിൽ ഞെട്ടിപ്പോകുന്നു. ആ സമയം ആ ക്ലബിലുണ്ടായിരുന്ന എല്ലാവരും അവരെ കയ്യടിയോടെ സ്വീകരിക്കുന്നത് കണ്ട് അവർ ഒന്നും തന്നെ മനസ്സിലാവാതെ നിൽക്കുന്നു. ആ സമയം ക്ലബിന്റെ മാനേജർ അവിടേക്ക് വന്നുകൊണ്ട് അവർ നടത്തിയ ആ ഗെയിമിൽ അവർ 5 പേരും വിജയിച്ചു എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട് അവർ 5 പേർക്കും വളരെയധികം സന്തോഷമാവുന്നു. വിജയിച്ച സന്തോഷത്തിൽ അവർ 5 പേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.